മരണ വീട്ടിൽ വരുന്നത് അന്ത്യാഞ്ജലി അർപ്പിക്കാനാണോ അതോ പ്രഹസനം കാണിക്കാനാണോ? ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടോ? നടിയെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചത്, ഏത് സീരിയലിലാണ് അഭിനയിച്ചത്, ഇതൊന്നും വ്യക്തമല്ല. എനിക്കറിയത്തില്ല, ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പം ഇവർ ഈ നിൽക്കുന്നത് ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ വന്നതല്ല, ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വന്നതല്ല, ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതല്ല. നടൻ സലിംകുമാർ ചേട്ടന് അന്ത്യാഞ്ജലി അർപ്പിക്കാമെന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവിടെ വന്ന് കാണിക്കുന്ന പ്രഹസനങ്ങളും കോപ്രായങ്ങളുമാണ് നമ്മൾ ഈ കാണുന്നത്. സാമാന്യ ബോധം പോലുമില്ലാതെ ഈ സ്ത്രീ അവിടെ കാണിച്ചു കൂട്ടുന്നത്. ചെറിയ കുട്ടിക്ക് പോലും ഉണ്ട് ഒരു മരണ വീട്ടിൽ ചെന്നാൽ ഏത് രീതിയിൽ പെരുമാറണം, എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യണം എന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ബോധമുണ്ട്. എന്നാൽ ഈ സ്ത്രീക്ക് ആ ഒരു ബോധമില്ല. ഇവരവിടെ വന്ന് നിന്ന് ചിരിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്. അത് പോരാഞ്ഞ് കുറച്ച് ഇവരുടെ ഫാഷൻ ഷോയും കാണിക്കുന്നുണ്ട്. കുറച്ച് മുടിയെടുത്തിട്ട് മുന്നോട്ടിടുന്നു, കുറച്ച് മുടിയെടുത്തിട്ട് ബാക്കിലോട്ട് ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആക്ടിങ്ങും കുറച്ച് നാണോ ഉളുപ്പും ഉണ്ട്. സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ വാരി അലക്കുന്നുണ്ട് ഇവരെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ സലിംകുമാർ ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു മികച്ച നടൻ. അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വന്ന ജനത്തിരക്കുകൾ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ ഒരു വീട്ടിൽ വന്നിട്ട് അവിടെ കാണിച്ച പ്രഹസനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീയുടെ കോപ്രായം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊരു കല്യാണ വീട്ടിലാണ് വന്നത് എന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് നിപ്പും ഭാവവും ഒക്കെ. അപ്പോൾ എന്തായാലും ഇതൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റിയുടെ മരണ വീഡിയോ തന്നെ കാണണം. സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ ആ വീട്ടിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാനായിട്ട് കുറച്ച് ക്യാമറ ചേട്ടന്മാർ ചെല്ലും. ഈ ക്യാമറ ചേട്ടന്മാർ ചെല്ലുന്നതും ആ വീട്ടിലെ ദുഃഖത്തിൽ പങ്കുചേരാനോ മരിച്ച വ്യക്തിയുടെ മുഖമൊന്ന് ക്യാമറയിൽ പകർത്താനോ ഒന്നുമല്ല. ഇതുപോലെ പ്രഹസനവും കോപ്രായവും കാണിച്ചു നിൽക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ഇവളുമാരുടെ ഓരോ ഭാഗങ്ങളും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരവിടെ ഈ തിക്കും തിരക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു സലിംകുമാർ ചേട്ടൻ്റെ മകൻ ചന്തു പൊട്ടിത്തെറിക്കുന്നത്. കാരണം അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു വീട്ടിൽ. ഒരുപാട് പേര് ആ കുട്ടീനെ കുറ്റം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വന്ന വീഡിയോകളെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവിടെ എത്രത്തോളം തിരക്കുകൾ ഉണ്ടായിരുന്നു. ആ മരണ വീട് പലർക്കും ആഘോഷമായിരുന്നു. ആ വീട്ടുകാർ അങ്ങേയറ്റം ദുഃഖത്തിലിരിക്കുമ്പോഴും അവിടെ വരുന്നവർ അത് ഒരു ആഘോഷ വീടാക്കുകയായിരുന്നു. ഇതുപോലെയുള്ള പ്രഹസനങ്ങളൊക്കെ കാഴ്ചവെച്ച് മീഡിയയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തും ഒക്കെ പ്രഹസനങ്ങളും കോപ്രായങ്ങളും കാണിക്കലായിരുന്നു ആ വീട് അരങ്ങേറിയത്. ഒരുപാട് വിഷമം തോന്നി. കാരണം ഓരോരുത്തരുടെയും കാഴ്ചകൾ കാണുമ്പോൾ ഇനി വേറൊരുത്തിയുടെ പ്രഹസനം കാണാം. ഈ ഒരു പ്രഹസനം നോക്കൂ എൻ്റെ പൊന്നോ. ഈ ആക്ഷൻ പറയുമ്പോൾ ഉള്ള കരച്ചിൽ, അല്ലാത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ ക്യാമറ വരുമ്പോൾ മാത്രം കണ്ണിൽ നിന്നും പൂങ്കണ്ണീര് ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുക്കുകയായിരുന്നു ഇവർ. അതും ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഒരു പ്രഹസനം മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ സലിംകുമാർ ചേട്ടൻ്റെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന വീഡിയോസുകൾ പലതും നമുക്ക് ഒരു കൗതുകമായിരുന്നു. കാരണം ഇതുപോലെയുള്ള പേക്കൂത്തുകളും കോപ്രായങ്ങളും മാത്രമായിരുന്നു എല്ലാ വീഡിയോസിനകത്തും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരു ഓസ്കാറിൻ്റെ അഭിനയം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഇതിനകത്ത് നമ്മുടെ ടിനിട്ടോം ചേട്ടൻ്റെ മഹത്തായിട്ടുള്ള ഒരു പ്രകടനം. കരഞ്ഞു മെഴുകാണ്, സഹിക്കാൻ പറ്റുന്നില്ല. സങ്കടം സഹിക്കാൻ വയ്യാതെ നെഞ്ചത്തടിച്ച് ആർത്തലിച്ച് കരയുന്ന ടിനിച്ചേട്ടൻ. എന്തായാലും ആൾ കുറച്ച് നാൾ കൊണ്ട് എയറിലാണ്. അപ്പോൾ ആ എയറിൽ നിന്നും ആൾക്കാരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ഡ്രാമ ഇറക്കിയതാ. പക്ഷേ അത് അങ്ങേ അറ്റത്തിൽ അങ്ങ് ചീറ്റിപ്പോയി. അത് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നുണ്ട്. എന്നാലും ഇമാതിരി അഭിനയം നിങ്ങൾ സിനിമയിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ലെവലിൽ എത്തിയേനെ. നിങ്ങൾ സിനിമയിലും ഈ അഭിനയം കാഴ്ചവെച്ചിട്ടില്ല, നിങ്ങളുടെ മിമിക്രിയിലും നിങ്ങൾ ഈ അഭിനയം കാഴ്ചവെച്ചിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഒന്നൊന്നര നടനാണ് ടിനിച്ചേട്ടാ. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി വേറൊരാളുടെ അഭിനയ പ്രകടനം കാണാം. നമ്മുടെ ജയറാമേട്ടനും ഇത് തന്നെയായിരുന്നു അഭിനയ കുലപതി. ഇപ്പം സിനിമയിൽ നിന്നൊക്കെ ഔട്ടായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ചാൻസ് കിട്ടിയപ്പോൾ പുള്ളിയും അങ്ങ് മുതലെടുത്തു. എന്തായാലും ഒരുപാട് പേർക്ക് തൻ്റെ അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയ ഒരിടമായിരുന്നു സലിംകുമാർ ചേട്ടൻ്റെ വീട്, മരണ വീട്. ഒരുപാട് പേര് അവരുടെ അഭിനയങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു പല രീതിയിൽ
പല കോലത്തിൽ. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നമ്മൾ മലയാളികൾ ഇങ്ങനെ നോക്കുകുത്തികളെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇത്രയധികം ഇവിടെ അഭിനയങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നത് ആരാണെന്നറിയാമോ? ഈ ക്യാമറ ചേട്ടന്മാർ. നമ്മളൊക്കെ കുറ്റം പറയുന്ന ഈ ക്യാമറ ചേട്ടന്മാർ. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പലരും ഈ മരണ വീട് സന്ദർശിച്ചത് പോലും. ഇത്രയധികം ക്യാമറകൾ അവിടെ ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പലരും അവിടെ വരത്തില്ല. അയ്യോ, ഈ നമ്മൾ വിട്ടുപോയ ഒരാളുണ്ട്. എവിടെ ക്യാമറ ഉണ്ടെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടുന്ന 2 ഐറ്റങ്ങൾ ഇതേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. എൻ്റെ പൊന്നു, ഇത് കണ്ട് ഞാൻ ചിരിച്ചു കേട്ടോ. സങ്കടം സഹിക്കവയ്യാതെ ജാസിയും ശ്രീലക്ഷ്മിയും. സ്വന്തം വീട്ടുകാരെ നോക്കുന്നില്ല. സ്വന്തം വീട്ടുകാരെ നോക്കാത്ത പലരും ഇതുപോലെയുള്ള പ്രഹസനം കാണിക്കാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമറ ഫേസ് കിട്ടുന്നതല്ലേ, അത് ആരെങ്കിലും വേണ്ടെന്ന് വെക്കുവോ? എന്തായാലും ഒരു ആശ്വാസമുണ്ട്, ഇവള് തുണി ഉടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇവളെ എവിടെ പോയാലും തുണി ഉടുക്കാതാ പോരുന്നത്. എന്തായാലും ഇവിടെ ഇവള് തുണി ഉടുത്തിട്ടുണ്ട്. ആ മന്ത്രിയെ കാണാൻ പോയ പോക്കുണ്ടല്ലോ, ശരിക്കും എടുത്തിട്ട് ആൾക്കാരെ നാലേക്ക് തേച്ച് വാരി. അതുകൊണ്ടാണെന്ന് തോന്നി ഇന്ന് ഇവള് മര്യാദയ്ക്ക് തുണി ഉടുത്തിട്ടാണ് വന്നത്. എന്തായാലും ജാസിക്കും ശ്രീലക്ഷ്മിക്കും ആഘോഷമാക്കാൻ പറ്റിയ ഒരിടം ക്യാമറ ഫേസ് നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മരിച്ച വീട്ടിൽ ആർക്ക് വേണമെങ്കിലും പോകാം, അതും ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ. പക്ഷേ അവിടെ വന്ന് ഈ പ്രഹസനം കാണിക്കാതിരുന്നൂടെ? ഇപ്പം നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, മരിച്ച വീടല്ലേ, സലിംകുമാർ ചേട്ടനെ ഒരു നോക്ക് കാണാൻ ആർക്കും അവിടെ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കും. ആവാം, ആർക്ക് വേണമെങ്കിലും കാണാം, അതിനാണല്ലോ പൊതുദർശനം വെക്കുന്നത്. പക്ഷേ അവിടെ വന്ന് ഈ കോമാളിത്തരം കാണിക്കാതിരുന്നൂടെ? അതിനെ മാത്രമേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചിന്തിച്ചു പോകുന്നത്, ഈ കാലം ഇത്രയൊക്കെ മാറുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ കാഴ്ചപ്പാടും മാറും എന്നുള്ളതാണ്. ഈ മരണം, കല്യാണം, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രഹസനം മാത്രമാക്കിയിരിക്കുകയാണ്. മരണവീട് എന്താണെന്നോ അവിടുത്തെ സാഹചര്യം എന്താണെന്നോ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്നോ മനസ്സിലാക്കാതെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ക്യാമറയ്ക്ക് ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കോപ്രായം കാണിക്കുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ കൂടുകയാണ്. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. ഇപ്പം സെലിബ്രിറ്റികളുടെ മരണമാണെങ്കിലും ഇനി ആരുടെ മരണമാണെങ്കിലും ഈ ക്യാമറയൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഒരു പരിധി വരുത്തണം. കാരണം വേണ്ട എന്നല്ല, വേണം ആവശ്യത്തിന്. എന്നാൽ ഈ ഉറ്റവരും ഉടയവരും നിൽക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ആ വീട്ടുകാർക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കണം. അവിടേക്ക് ഇവരുടെ തള്ളിക്കയറ്റം അനുവദിച്ചുകൂടാ. അതൊക്കെ മരിച്ച വീട്ടിൽ ഒരു ബോർഡ് വെക്കുന്നത് നല്ലതായിരിക്കും. ക്യാമറകൾ നിയന്ത്രണം പാലിക്കുക, അവർക്കൊരു പരിധി നിശ്ചയിക്കുക, ഇത്ര ഇപ്പുറത്തേക്ക് വരരുത്, അവർക്ക് നിൽക്കാൻ ഒരു സ്പേസ് കൊടുക്കുക. അവർക്ക് വേണ്ടത് ഈ മരിച്ച ബന്ധുക്കളുടെ ദുഃഖമോ മരിച്ച ആളുടെ ഫേസോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടത് ഈ വരുന്ന സെലിബ്രിറ്റികളുടെയും ഈ വരുന്ന ആൾക്കാരുടെ കോപ്രായങ്ങളും പ്രഹസനങ്ങളുമാണല്ലോ. അതൊക്കെ ഗേറ്റിന് പുറത്തു നിന്ന് എടുക്കുന്നതായിരിക്കും ഉത്തമം. അതാകുമ്പോൾ ഈ വീട്ടുകാരെ ബാധിക്കത്തില്ല, ഈ ദുഃഖത്തിലായിരുന്നു നിൽക്കുന്നവരെ ഒന്നും ബാധിക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഗേറ്റിന് പുറത്ത് ക്യാമറകളെയും മീഡിയക്കാരെയും ഓൺലൈൻ ചാനലുകാരെയും എല്ലാവരും ഗേറ്റിന് പുറത്ത് നിൽക്കുക. അവിടെ വരുന്നവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒപ്പിയെടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.